കയ്യിലെ വിഷ്ണുകുട്ടാണ് ചേച്ചി ഇപ്പൊ എടുക്കാട്ടോ. അങ്ങനെയൊന്നും വീഴൂലട്ടോ, ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അയ്യോ അമ്മ എന്തിനാ കറിയണേ? ഞാൻ പാറുക്കുട്ടീനെ എടുത്തോണ്ടാണോ? ഞാൻ അവൾ താഴെ വീഴാതെ നോക്കിക്കോളാം. അതൊന്നല്ല ലച്ചു, അപ്പൂപ്പൻ വീണിട്ട് തല പൊട്ടിയിട്ടുണ്ട്, ഐസിയുലാണ്. അച്ഛൻ കടയിൽ നിന്ന് നേരെ ആശുപത്രിക്ക് വരാനാ പറഞ്ഞിരിക്കണത്. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ അമ്മേ, മുത്തശ്ശന് എന്താ പറ്റിയേ? എനിക്കറിയില്ല മോളെ, ഞാൻ അങ്ങോട്ട് പോയോക്കട്ടെ, എന്നിട്ട് വിളിച്ച് വിവരം പറയാട്ടോ. ആ അമ്മേ, എന്ന് വേഗം ചെന്നൂടെ. എന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇവിടെ ആണെങ്കിലോ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരു പണി പോലും കഴിഞ്ഞിട്ടില്ല, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാരെ കൊണ്ട് ഐസിൽ പോയിട്ടും കാര്യമില്ല, ആകെ ഒരാൾക്കാരോട് കാണാൻ പറ്റിയ. മക്കളെ ലച്ചു, ശിവ, നിങ്ങൾ രണ്ടുപേരും പാറുക്കുട്ടീനെ വിഷ്ണുമോനെ നോക്കൂലേ? അയ്യോ അമ്മേ, എങ്ങനെ രണ്ടാളും കൂടി ഞങ്ങൾ നോക്കുക? പാറുക്കുട്ടി ഇവിടെ ഇരുന്നോട്ടെ, വിഷ്ണുമോനെ അമ്മ പോകുമ്പോ കൊണ്ടേക്കോ. അതെങ്ങനെ മോളെ നടക്കുക? ഐസിക്ക് ഒരാൾക്കല്ലേ കയറാൻ പറ്റിയ. ആ എന്നാ മോന് പോന്നോ, പാറുക്കുട്ടിനെ ചേച്ചിമാര് നോക്കിക്കോളൂ, നീ കരയണ്ട, നിന്നെ ഞാൻ കൊണ്ടേക്കോളാം. മക്കളും ശിവ, ലച്ചു, പാറുക്കുട്ടിനെ നേരെ നോക്കണേ. വിഷ്ണുമോനെ എന്നെ ഇവിടെ ഇരുന്നാ കരയും, പിന്നെ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും. ഞാൻ പോകുമ്പോ കൊണ്ടേക്കോളാം. അവന് ഏതായാലും അമ്മ ഇല്ലാതെ ഇവിടെ നിന്നിട്ടില്ലല്ലോ. അയ്യോ അമ്മ, അമ്മ പേടിക്കാതെ പോയിക്കോ, പാറുക്കുട്ടിനെ ഞങ്ങൾ നോക്കിക്കോളാം. പാറുക്കുട്ടി എന്റെ തൊളിന്നിറങ്ങിക്കേ. നിങ്ങൾ പാറുക്കുട്ടിക്ക് അവളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഉടുപ്പ് മാറ്റിയിട്ട് കുറുക്കൊക്കെ കൊടുക്കണേ. ലച്ചു, നീ പാറുക്കുട്ടിനെ നേരെ നോക്കണേ. ആ അമ്മ, ഞാൻ നോക്കിക്കോളാം, അമ്മ ധൈര്യമായിട്ട് പോയിക്കോ. ഞാൻ പോവാ, പാറുക്കുട്ടിനെ നേരെ നോക്കണേ. അയ്യോ പാവം മുത്തശ്ശൻ. മതിട്ട പാറുക്കുട്ടിയെ വിളിച്ചത്, ഇനി ഇങ്ങോട്ട് കയറിക്കേ, അല്ലെങ്കിൽ ജലദോഷം പിടിക്കും. പാറുക്കുട്ടി ഇങ്ങോട്ട് കയറിക്കേ, അമ്മ വരുമ്പോ മിഠായി കൊണ്ടുവരും. പിന്നെ കൊണ്ടുവരാതെ, പാറുക്കുട്ടിക്ക് അല്ലാതെ അമ്മ മിഠായി കൊണ്ടുവരാ. എന്നിട്ട് കയറുവാ, അമ്മ ഇപ്പം വരും. അപ്പോഴേക്കും നമുക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പൊട്ടൊക്കെ തൊട്ടിരിക്കണ്ടേ. എന്നാ വേഗം കയറുവാ. എന്നാ പാറുക്കുട്ടി ഡ്രസ് ഇട്ടേ. ഉടുപ്പിട്ടേ, എന്നാലുള്ള സുന്ദരിയാവുക. ആ ഉടുപ്പിട്ട സുന്ദരിയാവും. പിന്നെ എങ്ങനെ സുന്ദരിയാവുക? മേക്കപ്പ് ഇട്ടല്ലോ, പൗഡർ ഇട്ടില്ലേ, പിന്നെ പൊട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാ പൊട്ടിടാത്ത. പാറുമോളെ, അമ്മ വരുമ്പോ കൊണ്ടുവരാൻ പറയട്ടെ. നമുക്ക് പൊട്ട് മേക്കപ്പ് ഞാൻ ഇട്ടന്നില്ലേ, ഇനി ലിപ്സ്റ്റിക്ക് ചേച്ചിമാരത് കഴിഞ്ഞിക്കോളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട ചുണ്ടൊക്കെ കേടുവരും. അത് കഴിഞ്ഞിക്കൂടെ, ചേച്ചിമാരെ ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് മൊത്തം കഴിഞ്ഞിക്കണു. ഇനി ചേച്ചി സ്കൂൾക്ക് പോകുമ്പോ മേടിച്ചിട്ടിട്ട് തരാട്ടോ. അയ്യോ ഇവളിപ്പോ കരഞ്ഞ അമ്മ വന്നു കഴിഞ്ഞാൽ ചീത്ത പറയലോ. അമ്മ വരുമ്പോ നമുക്ക് മുട്ടായി കൊണ്ടുവരാൻ പറയണ്ടേ. വേണ്ട ഡ്രസ് ഇട്. അയ്യോ എന്താ പറഞ്ഞോളെ നീ ഉടുപ്പിടാത്തേ? കണ്ട ചേച്ചി, അവള് പറയണത് അവൾക്ക് വേണ്ടായിട്ടാണ് ചൂടെടുക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ കുളിച്ചിട്ട് ഡ്രസ് ഇട്ട് കൊടുക്കണമെന്ന്. എന്നാ വാ ചേച്ചി തരാ. ആ ചേച്ചി തരാട്ടോ. അതൊന്നും വേണ്ട ശിവ, ഡ്രസ്സിന് ഇട്ടെടുത്തോളാം. നീ വീട് അടിച്ചു നടക്കൊക്കെ ചെയ്തേ. ആഹാ, അത് നല്ല ഐഡിയ, കൊള്ളാലോ. ചേച്ചിക്ക് കുറച്ച് പണി, എനിക്ക് കൂടുതൽ പണിയില്ലേ. ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കും, കുറുക്ക് കൊടുക്കൊക്കെ ചെയ്തോളാം. ആഹാ, നീ പറയുന്നട്ടാ തോന്നുമല്ലോ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം കുറുക്ക് കൊടുക്കണമൊക്കെ ചെറിയ പണിയാണെന്ന്. ആ അത് ചെറിയ പണി തന്നെ ഉള്ളൂ. എളുപ്പമല്ല പണിയൊക്കെ ചേച്ചി എടുത്തിട്ട് പാടില്ല പണിയൊക്കെ എനിക്ക് തരികയല്ലേ. ചേച്ചി വലിയ ആളായിട്ട് അമ്മനോട് പറഞ്ഞിരുന്നല്ലോ എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. ഇത് ചേച്ചി ചെയ്തോ, ഞാൻ ചെയ്യൂല. എടി പാറുക്കുട്ടി അവിടെ നിന്നേ. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ ഓളോടിയപ്പോ? അമ്മ ചേച്ചിനെ പണികളൊക്കെ ഏൽപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് വലിയ ആളാവാനൊക്കെ നിൽക്കണ്ടട്ടോ ചേച്ചി. നിനക്ക് അസൂയ എടി, അമ്മ എല്ലാ കാര്യം ഏൽപ്പിച്ചിന്. അയ്യോ എനിക്കൊരു അസൂയല്ലേ. എന്നാ ചേച്ചീൻ്റെ എല്ലാ പണിയും ചെയ്താട്ടെ, ഞാൻ വരുന്നില്ല. ഞാൻ ചെയ്തോളാം. പാറുക്കുട്ടി ഇല്ലട്ടെ പാറുമോളെ, ജല വിൽക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ജല വിൽക്കൂലെന്ന്. ഇനി ടോമ കരം മുക്കുക. നല്ല രസമുണ്ടല്ലേ പാറുക്കുട്ടി ഇത് കാണാൻ? എന്താ ശിവ ഇത്? അപ്പൂപ്പൻ അവിടെ ഐ സി കിടക്കുമ്പോ ഈ ടി വി കണ്ട് ചിരിക്കുക. ഞാൻ അമ്മക്ക് വിളിച്ചിരുന്നോട്ടോ ചേച്ചി. അപ്പൂപ്പൻ ഐ സിന്ന് റൂമിലേക്ക് മാറ്റിക്കണു പറഞ്ഞു. അല്ലേ ഇപ്പൊ ഞാൻ ടി വി കാണാൻ കുത്തിരിക്കുക. ഞാൻ ഇപ്പൊ വരാട്ടോ ശിവ. എന്നാ ശിവ ഈ ബീൻസ് ഒന്ന് അരിഞ്ഞേ, ഞാൻ പാറുക്കുട്ടിക്കുള്ള കുറുക്കുണ്ടാക്കട്ടെ. ഇവിടെ വെച്ചുകൊണ്ടോ ശിവ, അതൊന്ന് അരിഞ്ഞേക്കെ. ഇല്ലട്ടോ ചേച്ചി, ഞാൻ ചെയ്യൂല. അമ്മ പറഞ്ഞത് ചേച്ചിനോട് ചെയ്യാനല്ലേ എല്ലാവും, ചേച്ചി ചെയ്തോ, ഞാൻ ചെയ്യൂല. എന്നാലേ ഈ ചോറിക്കൊരു കൂട്ടാനുണ്ടാവില്ല കേട്ടോ. ആ ഈ ചേച്ചിനെ കൊണ്ട് ഇതിലാണെങ്കിലോ കുറെ ഉണ്ടല്ലോ. എന്നെ കൊണ്ടൊന്ന് വെച്ചാ എനിക്ക് ടി വി കാണണം. കുറച്ച് കണ്ട് ചെയ്യാം, ടി വി ആണെങ്കിലും ഉണ്ട്. അയ്യോ പാറുക്കുട്ടിക്ക് എന്തുപറ്റി? അയ്യോ പാറുക്കുട്ടി എന്തുപറ്റി? അയ്യോ കൈ മൊത്തം ചോര വരുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാണ്, അമ്മയില്ല അവിടെ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ കുട്ടിക്ക് കിട്ടുന്നിടത്ത് കത്തിച്ചിരിക്കുന്നു. അമ്മ വരട്ടെട്ടോ, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ.
അയ്യോ ചേച്ചി ഞാൻ കണ്ടില്ല അവൾ എടുത്തത്. ആ കത്തി തന്നെ. അത് സാരില്ല കേട്ടോ പാറുക്കുട്ടി. അപ്പൊ ആരാ എന്നോട് കത്തി എടുക്കാൻ പറഞ്ഞേ? ഞാൻ ഓൽമെന്റ് തേച്ചാട്ടോ അമ്മേ. ഓൽമെന്റ് തേച്ചാ അത് മാറൂട്ടോ. ഞാൻ എനിക്ക് മുട്ടായി കൊടുന്നേരാട്ടോ പോയിട്ട്. ചോര കുറെ വരുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ തുണി കൊണ്ട് കെട്ടാട്ടോ. വാ.